ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിതൊരു കായ്പോളിൻ്റെ റെസിപ്പി ആയാലോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്സാണിത്. നമ്മൾ കണ്ണൂരുകാർക്ക് ഇതില്ലാതെ പറ്റില്ല. നോമ്പ് തുറക്കുമ്പോഴാണെങ്കിലും ഈവനിങ് സ്നാക്സ് ആണെങ്കിലും എല്ലാം നമുക്കിത് നിർബന്ധമായിട്ട് ആവശ്യമുള്ളൊരു സാധനമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു പാത്രത്തിലേക്ക് 4 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. ഒരു 2-3 ഏലക്കായ ഇതിലിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം കൂടെ ഒരു നുള്ള ഉപ്പും കൂടി, ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 3 പഴമാണ്. ഒരു 1/2 കിലോ പഴം അതായത് ഒരു വലുപ്പത്തിലുള്ളത് തൊലി കളഞ്ഞ് നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഇനി ചെറുതായി തന്നെ പഴത്തിന് നമുക്ക് നല്ല തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നാലേ എല്ലാ ഭാഗവും ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇനി ഈ പഴം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന പാത്രത്തിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒഴിച്ച് കൊടുത്ത് ഒരു 2 മിനിറ്റ് അടച്ച് വെക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷനാണ്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് വീണ്ടും അടച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് തുറന്ന് നോക്കി. ഇപ്പോൾ നമ്മൾ പോള റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ പോള ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള കായ്പോള ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ.